വാർത്തയിലേക്ക്. കോഴിക്കോട് പുതുപ്പാടിയിൽ നിന്നും മൊബൈൽ ഷോപ്പ് ഉടമ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ നൽകിയത് വിദേശത്തുള്ള സൽമാൻ ആണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള 4 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കസ്റ്റഡിയിലുള്ള 2 പേരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. വിവരങ്ങളുമായി സിദ്ദിഖ് പന്നൂർ ചേരുന്നു കോഴിക്കോട് നിന്നും. സിദ്ദിഖ്, ഈ കേസിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് എന്താണ് പറയുന്നത്? ഇതിൽ കൂടുതൽ ആളുകൾ ഇനിയും ഉണ്ട് ഈ കേസിന് പിന്നിൽ എന്നാണോ? അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ 4 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായിട്ടുള്ള അൽഷാജ്, അതുപോലെ അമ്പായത്തോട് അറമുക്ക് വീട്ടിൽ ജനീസ്, അതുപോലെ കൊടുവള്ളി വാവാട് പുത്തൻ വീട്ടിൽ ജാബിർ, വാവാട് കണ്ണിപ്പോയി KP നവാസ്. ഈ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് പറയുന്ന വിവരം താമരശ്ശേരി കാരാടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അസ്ലം എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹം വിദേശത്തുള്ള ഒരു വ്യക്തിയാണ്. വിദേശത്തുള്ള ഈ കക്ഷി വർഷങ്ങളായി ചെറിയ രീതിയിലുള്ള ഈ കുഴൽപ്പണ ഇടപാട് നടത്തുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ സൽമാന്റെ സാമ്പത്തിക ഇടപാടിൽ ചെറിയ രീതിയിലുള്ള പങ്കുകൾ അർഷാദിനുണ്ട്. അതായത് അർഷാദിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പലതവണയായി ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പണം ആ സമയത്ത് തന്നെ ഈ കുഴൽപ്പണ ഇടപാട് സംഘം തിരിച്ചെടുക്കും. എന്നാൽ ഒരു തവണ വന്നിട്ടുള്ള 10 ലക്ഷം രൂപ ഈ ഹർഷാദും സംഘവും തിരികെ കൊടുത്തില്ല എന്നും ഇതിന്റെ പേരിൽ പലതവണ മധ്യസ്ഥ ചർച്ചയും മറ്റും നടന്നതാണ് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് യാതൊരു വിവരവും ഈ ബന്ധുക്കളോ ഹർഷാദോ പോലീസിന് കൈമാറിയിരുന്നില്ല. എന്നാൽ പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപാട് ഉള്ളതായി ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നത് എന്ന് പറയാം. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ നടന്നുവെന്നും ഇതിൽ 10 ലക്ഷം രൂപ അർഷാദും സംഘവും തിരികെ നൽകിയില്ല എന്നുമാണ് പറയുന്നത്. പലതവണയായി ചോദിച്ചിട്ടും പണം നൽകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താമരശ്ശേരി അമ്പായത്തോട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. ഇതിന്റെ കണ്ടെയ്നർ ലോറി ഉപയോഗിച്ച് ഈ അർഷാദിന്റെ കാറിന് കുറുകെ ഇട്ടു. കാറ് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പിന്നെ 2 കാർ, ഒരു ഇന്നോവ കാർ, ഒരു i10 കാർ, ഇങ്ങനെ 2 കാറുകളിൽ എത്തിയിട്ടുള്ള സംഘം ഈ അർഷാദിനെ പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. അമ്പായത്തോട് വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റു ഒഴിഞ്ഞ പല സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടും പുലർച്ചെ വരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്, പണം ആവശ്യപ്പെട്ടു. പിന്നീടാണ് വയനാട് ചുണ്ടയിലുള്ള ഒരു റിസോർട്ടിൽ എത്തിച്ച് അവിടെ പാർപ്പിക്കുന്നത്. ഇവിടെ എങ്ങനെ പോലീസിന്റെ അന്വേഷണം, പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തി മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടാണ് ഈ ആദ്യമായിട്ട് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായിട്ടുള്ള അൽഷാജിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അൽഷാജിൽ നിന്നും പിന്നെ ഈ ഹർഷാദിനെ പാർപ്പിച്ചിരിക്കുന്നത് വയനാട്ടിലാണെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചു. തുടർന്ന് ഈ അൽഷാജിനെയുമായി പോലീസ് വയനാട്ടിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞ സമയത്താണ് ഈ ഹർഷാദിനെ വയനാട്ട് വൈത്തിരിയിൽ ഇറക്കി വിടുന്നത്. കാരണം അൽഷാജ് പോലീസ് പിടിയിലായി എന്നും ഇനി തങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഈ സംഘം മനസ്സിലാക്കിയെന്നാണ് പറയാൻ കഴിയുക. ഏതായിരുന്നാലും അർഷാദ് വീണ്ടും താമരശ്ശേരിയിലെത്തി പോലീസിന് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന താമരശ്ശേരി സ്വദേശിയുടെ പല ബന്ധുക്കൾക്കും ഈ തട്ടിക്കൊണ്ടുപോകലിൽ പങ്കുണ്ട് എന്നും പോലീസ് പറയുന്നു. ഇവരൊക്കെ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഏതായിരുന്നാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. താമരശ്ശേരി ഇൻസ്പെക്ടർ സായൂജ് കുമാർ, അതുപോലെ DYSP പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്ന് തന്നെ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി, ശ്രമം അത് നടക്കുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്നും? തീർച്ചയായും അന്വേഷണം നടക്കുന്നുണ്ട്. 2 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ 2 പേർക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തൽ ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു. മറ്റു ചില ആളുകളെയും പോലീസ് നിരവധി പേരെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ പങ്കുണ്ട് എന്ന് ഉറപ്പായ ആളുകളെ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് വൈകാതെ തന്നെ കാണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സിദ്ദിഖ് പന്നൂരാണ് വിശദമായ വിവരങ്ങൾ നൽകി.